ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർക്ക് നേരെ ഉണ്ടായ അക്രമ സംഭവത്തിനു പിന്നാലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ആശുപത്രി കേന്ദ്രീകരിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങണമെന്നായിരുന്നു അംഗങ്ങൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചത്. ബാക്കി DC പ്രതികൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. BM പ്രവൃത്തി ചെയ്തിട്ട് തന്നെ അത് DC ചെയ്യാതെ വെച്ചതുകൊണ്ട് 2022 ജൂൺ 8-നാണ് BM കഴിഞ്ഞത്. ആ ജൂൺ 8 BM കഴിഞ്ഞിട്ട് ഇതുവരെ PC ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ കരാറിന് ടെർമിനേറ്റ് ചെയ്തിട്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ 5 കോടി സംതിങ് വർക്ക് ചെയ്തിട്ടില്ല. 3.11 കോടി ബാലൻസ് വർക്ക് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് 6 കോടി അതിൽ നമ്മൾ ചെയ്തത് ഓൺലൈൻ വർക്കുകളുടെ ബില്ല് എമൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ വർക്കിന്റെ എമൗണ്ട് കൊടുത്തിട്ടില്ല. വർക്ക് ചെയ്യാത്തതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്തു. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആ വർക്ക് പൂർത്തീകരിക്കുന്ന ആ വർക്കാണ് ഇപ്പോ ഈ മറ്റൊരു രൂപത്തിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അതോടൊപ്പം തന്നെ പിന്നെ യാതൊരു ഗതാഗതത്തിനോ കാൽനടക്ക് പോലും സാധ്യതയില്ലാത്ത രീതിയിൽ മാറി. അപ്പൊ പുതിയ വർക്കിനെ കുറിച്ചല്ല എന്റെ ആക്ഷേപം എന്ന് പറയുന്നത് കഴിഞ്ഞ വർക്കിൽ നടന്ന കാര്യത്തെ കുറിച്ചാണ്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും പറയാനാണ് ആക്ഷേപം. സ്ഥലമുണ്ട് അല്ലെങ്കിൽ സ്ഥലമില്ല, ഇതിന് അനുയോജ്യമായ സ്ഥലമില്ല എന്നതാണ് നഗരസഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറുപടി. ഈ മറുപടി അല്ല നഗരസഭയിൽ. മറ്റൊരു കാര്യം, ഇവിടെ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് മുനിസിപ്പാലിറ്റി നടന്ന കാര്യത്തിൽ പിന്നെ ഇത് വളരെ റിസ്ക്കുള്ള വർക്കാണ്. നമ്മൾ ചെറുതായി കാണുന്നില്ല, റിസ്ക്കുള്ള വർക്കാണ്. ആ റിസ്ക്കുള്ള വർക്കിൽ ചില കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ട ചെയർമാനി കാര്യങ്ങളൊക്കെ അറിയിച്ചു എന്നുകൂടി പറയും. അപ്പൊ അതിന് യാതൊരു നടപടി സ്വീകരിച്ചില്ലെന്നാണ് മനസ്സിലാകുന്നത്. അതിന് നടപടി വേണ്ടേ, അല്ലെങ്കിൽ ഇവരെങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ അതിൽ ആ നടപടി സ്വീകരിച്ചതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി സ്വന്തം നഗരസഭാ സെക്രട്ടറിയോട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദിക്കണം എന്ന് പ്രയോജനപ്പെടുത്തിക്കുക. പോലീസ് ഹെഡ് പോസ്റ്റ് വേണമെന്ന് നമ്മൾ ഇതിനു മുമ്പൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പോലീസിന് സഹായം സെക്യൂരിറ്റിക്കാർക്ക് അത്ര ശക്തമായിട്ട് ഇടപെടാൻ പറ്റില്ല. അതൊക്കെ തന്നെ ശരിയാണ്. അതിന്റെ ബാക്കിയുള്ള യൂണിഫോമിലുള്ള ആളുകൾ ഒരു 24 hours സെക്യൂരിറ്റി ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് കൊടുക്കണമെന്നാണ് ആവശ്യം. ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലുണ്ടായ അക്രമ സംഭവത്തിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലായിരുന്നു ആവശ്യമുയർന്നത്. ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നത് കാലങ്ങളായി പരിഗണനയിലുള്ള പദ്ധതിയാണെന്നും കഴിഞ്ഞ ദിവസത്തെ അക്രമത്തിന്റെ സാഹചര്യത്തിൽ ഇത് നടപ്പാക്കണമെന്നാണ് ആവശ്യം. ഇതു സംബന്ധിച്ച് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ യോഗത്തെ അറിയിച്ചു. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിൽ CCTV സ്ഥാപിക്കാനും നടപടി തുടങ്ങി. അതിൽ കൂട്ടത്തിൽ ഏറ്റവും അഭിമാനകരമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് ചികിത്സ വേണ്ടതില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചൊരു കേസ്. കണ്ണിനകത്ത് വിര വന്നിട്ടുള്ള പ്രായമായ ഒരാളുടെ കണ്ണിലെ വിര നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ 2 ഡോക്ടേഴ്സ് അവർ വളരെ വിജയകരമായിട്ട് സർജറി നടത്തി അത് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ എറണാകുളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നേരത്തെ ഇവിടെ വന്ന ഒരു വാർത്തയുടെ എല്ലാം ഭാഗമായി അത് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ താലൂക്ക് ആശുപത്രി അന്വേഷിച്ച് വന്ന് ഈ ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് വളരെ കൃത്യമായി ഇവിടെ സമീപിക്കാനും ഇവിടെ പറയാനും വിശ്വസിച്ച് ഇവിടെ വന്നയാൾക്ക് കൃത്യമായ ചികിത്സ നൽകാനും കഴിഞ്ഞ അഭിമാനകരമായ ഒരു അന്തരീക്ഷം ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രിയാണ് ഭാര്യയെ ചികിത്സയ്ക്കെത്തിച്ച യുവാവ് മദ്യലഹരിയിൽ ഡോക്ടറെയും സുരക്ഷാ ജീവനക്കാരനെയും ആക്രമിച്ചത്. അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ പോലീസ് കൃത്യമായി ശേഖരിച്ച് സൂക്ഷിക്കണമെന്ന് പ്രതിനിധികളിൽ ചിലർ ആവശ്യപ്പെട്ടു. ട്രെയിനുകൾക്ക് നേരെ നടന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച കേസുകളിൽ അതിഥി തൊഴിലാളികൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ നടപടി കർശനമാക്കണമെന്നാണ് ആവശ്യം. അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ട്രാക്ക് പരിസരത്തെ പരിശോധനകൾ കർശനമാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ പ്രേംകുമാർ MLA നിർദ്ദേശിച്ചു. നവീകരണം എങ്ങും എത്താത്ത കുളപ്പുള്ളി ഷൊർണൂർ റോഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും യോഗത്തിൽ ഉയർന്നു. നഗരത്തിലെ ഗതാഗത കുരുക്ക് ക്രമീകരിക്കുന്നതിൽ പോലീസ് ഒന്നുകൂടി ഊർജ്ജസ്വലതയോടെ ഇടപെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി, തഹസിൽദാർ CM അബ്ദുൾ മജീദ്,
നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി എന്നിവർ സംസാരിച്ചു. കോടതിയെ സമീപിക്കൂ. ആയിക്കോട്ടെ. കൃത്യമായിട്ട് ശ്രീ ജലീൽ, താങ്കള് കോടതിയെ സമീപിക്കൂ, കേസ് കൊടുക്കൂ, നിയമപരമായിട്ടുള്ള പോരാട്ടം ശക്തമായി നടത്തൂ. കഴിയാവുന്ന അത്ര പിന്തുണ നമ്മൾ നൽകുകയും ചെയ്യാൻ ആവശ്യമില്ല. പിന്നെന്താ? യെസ്, അതിനത്രേ പറയാനുള്ളൂ. അപ്പൊ കോടതി കണ്ടെത്തിയ ഒരു ഫാക്ട്, അല്ലാതെ കോടതി ജയിലിലിട്ടില്ല ഒരാളെ. അതെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾക്കറിയാം, പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. ഏത് പാലത്തിന്റെ കാര്യം, റോഡിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തെറ്റായ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ചെയ്തവർ അനുഭവിക്കും, അതിന് യാതൊരു തർക്കമില്ല. പക്ഷെ അതിന് തെറ്റിദ്ധരിപ്പിക്കാൻ പോകരുത്. ടോട്ടൽ എമൗണ്ട് 5.32 കോടി ആണ്. ഈ ബിഎം വർക്കിന്റെ എസ്റ്റിമേറ്റ് തുക എത്ര? അല്ല, ബിഎം വർക്കിന്റെ എസ്റ്റിമേറ്റ് തുക എത്ര? ഇതിൽ പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ അന്വേഷിച്ച് പറഞ്ഞാൽ മതി. അടുത്ത നിങ്ങൾ യോഗം കഴിഞ്ഞു പറഞ്ഞാൽ മതി. ഡയസിന് നിങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ട ചർച്ച ചെയ്യലല്ല ഡയസ്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.